ഇറാന്റെ പകവീട്ടൽ ബഹ്റൈൻ തിരിച്ചടിക്കുമോ? ഇറാന്റെ അടുത്ത നീക്കം എന്ത്? ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ US വ്യോമതാവളത്തിന് നേരെ ഇറാൻ വീണ്ടും അതിശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആക്രമണത്തിൽ താവളത്തിലെ പ്രധാന കമാൻഡ് ആസ്ഥാനവും ഇന്ധന ടാങ്കുകളും തകർന്നതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അവകാശപ്പെടുന്നു. രണ്ടു കടലുകൾ എന്നർത്ഥം വരുന്ന ബഹ്റൈൻ എന്ന ചെറിയ ദ്വീപു രാഷ്ട്രം ഇന്ന് വൻ ശക്തികളുടെ ഈഗോ യുദ്ധത്തിൽ കത്തിയെരിയുകയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ബഹ്റൈനെ ഇത്രമേൽ ലക്ഷ്യം വെക്കുന്നത്? ഈ കൊച്ചു രാജ്യത്തിന്റെ സൈനിക കരുത്തും ചരിത്രവും ഈ യുദ്ധത്തെ എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് പരിശോധിക്കാം. പേർഷ്യൻ ഗൾഫിന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദ്വീപ് സമൂഹമാണ് ബഹ്റൈൻ. അഖ്മെനേഡ് കാലഘട്ടം മുതൽ സഫാഫിദ് കാലഘട്ടം വരെ നീണ്ടുനിന്ന പേർഷ്യൻ സ്വാധീനമാണ് ഈ രാജ്യത്തെ ഷിയ ഭൂരിപക്ഷമുള്ള രാജ്യമാക്കി മാറ്റിയത്. എന്നാൽ 1700കളുടെ അവസാനം മുതൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട അൽ ഖലീഫ കുടുംബമാണ് ഇവിടെ ഭരണം നടത്തുന്നത്. നിലവിലെ ഭരണാധികാരി ഹമദ് ബിൻ ഈസ രാജാവിന്റെ കീഴിൽ ബഹ്റൈൻ സൈനികമായി ഏറെ മുന്നേറിയിട്ടുണ്ട്. 2025 കണക്കനുസരിച്ച് ബഹ്റൈന്റെ സൈനിക ശക്തി സൂചിക 1.7448 പോയിന്റ് ആണ്. 2022 ശേഷം സൈനിക കരുത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയ രാജ്യമാണെങ്കിലും ഇറാന്റെ വിശാലമായ മിസൈൽ ശേഖരത്തിന് മുന്നിൽ ഷെയ്ഖ് ഈസ താവളം ഇന്ന് കത്തിയമരുകയാണ്. 2020 സെപ്റ്റംബറിലെ അബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രായേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ച ബഹ്റൈന്റെ നീക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിയായിരുന്നു. സയനിസ്റ്റ് ശക്തികളുമായി ചേർന്ന് ബഹ്റൈൻ പ്രവർത്തിക്കുമെന്ന ആരോപണമാണ് ഇറാന്റെ ഈ കടുത്ത പ്രകോപത്തിന് പിന്നിൽ. പ്രവാചകന് ശേഷമുള്ള സുന്നി ഷിയ വേർപിരിയൽ കേവലം രാഷ്ട്രീയ വിഷയമായിരുന്നെങ്കിലും അത് ചരിത്രപരമായി ഇന്നും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ആഴം കൂട്ടുന്നു. ഒരേ ഖുറാനും ഒരേ ഖിബ്ലയും പിന്തുടർന്നവർ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ നേർക്കുനേർ പോരാടുമ്പോൾ ബഹ്റൈനിലെ US താവളങ്ങൾ ഇറാന്റെ പ്രധാന ലക്ഷ്യമായി മാറുന്നു. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി പദ്ധതിയിൽ അൽ ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായി മോജ്തബ ഖമേനി സ്ഥാനമേറ്റത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. ഇസ്രയേലിനെതിരെ മാത്രമല്ല, അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കുന്ന കർക്കശമായ നിലപാടിലാണ് പുതിയ നേതൃത്വം. ഖത്തർ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലെ US താവളങ്ങളെല്ലാം ഇപ്പോൾ ഇറാന്റെ റാഡറുകളിലാണ്. ഇതിനിടയിലാണ് ബഹ്റൈനിൽ വീണ്ടും പ്രഹാരമേൽക്കുന്നത്. ഖത്തറിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായി ബന്ധമുള്ള ചാരസേനകളെ തകർത്തതോടെ ചാരയുദ്ധവും അതിശക്തമായിട്ടുണ്ട്. ബഹ്റൈനിലെ US താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതിന് ബഹ്റൈൻ നേരിട്ട ഒരു സൈനിക തിരിച്ചടി നൽകാൻ സാധ്യത കുറവാണെങ്കിലും അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ബഹ്റൈൻ തങ്ങളുടെ മണ്ണ് കൂടുതൽ ശക്തമായി വിട്ടുനൽകും. സ്വന്തം സൈനിക ശക്തി സൂചിക മെച്ചപ്പെടുത്തിയ ബഹ്റൈൻ US ഡിഫൻസ് സിസ്റ്റങ്ങളായ പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശ്രമിക്കും. ഇറാന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോജ്തബ ഖമേനി അധികാരമേറ്റതോടെ രാജ്യം കൂടുതൽ അക്രമാസക്തമായിരിക്കുകയാണ്. IRGCയുടെ അടുത്ത ലക്ഷ്യം ബഹ്റൈനിലെ ഇന്ധന സംഭരണശാലകളും തുറമുഖങ്ങളുമാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ബഹ്റൈനിലെ ഷിയ ഭൂരിപക്ഷത്തെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനും ഒരുപക്ഷെ ഇറാൻ ശ്രമിച്ചേക്കാം. 2020 അബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രായേലിനെ തുണച്ച ബഹ്റൈനെ പാഠം പഠിപ്പിക്കുക എന്നത് ഇറാന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് എന്നാണ് ഇറാനിയുടെ പക്ഷം. ഒരുപക്ഷെ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഉപയോഗിച്ച് ബഹ്റൈൻ തീരത്ത് കപ്പലുകൾ തടയാനും എണ്ണ വിതരണം സ്തംഭിപ്പിക്കാനും ഇറാൻ നീക്കം നടത്തിയേക്കും. അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ച് കൂടുതൽ മാരകമായ മിസൈലുകൾ ഇറാൻ ഇതിനോടകം സജ്ജമാക്കിയിട്ടുണ്ടെന്നും ടെഹ്റാൻ മാധ്യമങ്ങൾ പറയുന്നു. ഒരു വശത്ത് അമേരിക്കയുടെ B-2 ബോംബറുകൾ ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഒളിഞ്ഞിരുന്ന് പ്രഹരിക്കാനാണ് മോജ്തബ ഖമേനിയുടെ പ്ലാൻ. വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യൻ ആകാശം ഇനി എത്രത്തോളം മിസൈലുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.